ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്ററുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന തലക്കെട്ടിൽ വീഡിയോ നിർമ്മിക്കുന്നതിനാവശ്യമായ ചിത്ര ഫയലുകൾ, ഓഡിയോ എന്നിവ ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻസിലുള്ള VE61 എന്ന ഫോൾഡറിൽ നൽകിയിരിക്കുന്നു. ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. വീഡിയോ ക്ലിപ്പിന് അനുയോജ്യമായ ടൈറ്റിൽ ഉൾപ്പെടുത്തുക, ടൈറ്റിലിന് ആനിമേഷൻ നൽകുക, ചിത്ര ഫയലുകൾ ഉൾപ്പെടുത്തുക, നൽകിയിരിക്കുന്ന ഓഡിയോ പശ്ചാത്തലമായി ചേർക്കുക, MP4 ഫോർമാറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. തുറന്നു വരുമ്പോൾ നമുക്ക് കാണുന്ന ഈ ട്യൂട്ടോറിയൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് ഈ വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് താഴ്ഭാഗത്താണ് ട്രാക്കുകൾ കാണാൻ സാധിക്കുക. ഈ ട്രാക്കുകൾ നമുക്കിപ്പോൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു വിൻഡോ ഒന്ന് മേലോട്ട് ഉയർത്തി ട്രാക്ക് കാണുന്ന രൂപത്തിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചാൽ മൗസ് പോയിൻ്റർ ചേഞ്ചായി എൻലാർജ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് മാറും. ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എൻലാർജ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോ ചെയ്യാൻ ആവശ്യമായ ഫയലുകൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് VE61 എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിൽ നിന്നും ഇതിലേക്ക് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാൻ ഫയൽ മെനുവിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മുടെ ഫോൾഡർ ഇരിക്കുന്നത് ഹോം ഫോൾഡറിലാണ്, അതായത് DLED ICT എക്സാമിൽ DLED ഡോക്യുമെൻസിനകത്താണ് ഇരിക്കുന്നത്. VE61 എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നമ്മളെ ഫയലുകൾ ഉള്ളത്. നമുക്ക് ഇതിലെ എല്ലാ ഫയലുകളും ഇങ്ങോട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് മുഴുവനായി നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാ ഫയലുകളും ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യമായി പറഞ്ഞിരിക്കുന്നത് വീഡിയോ ക്ലിപ്പിന് അനുയോജ്യമായ ടൈറ്റിൽ ഉൾപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ടൈറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്ക് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി വീണ്ടും ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ ആനിമേഷൻ നൽകാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആനിമേറ്റഡ് ടൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ ഹാങ് ആവാനോ അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിന് ആനിമേറ്റ് നൽകാൻ സാധിക്കും. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാവും. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടൈറ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ലൈൻ 1, ലൈൻ 2 എന്ന് പറയുന്ന 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ടൈറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈറ്റിൽ ഒരച്ഛൻ എന്ന് കൊടുക്കാം. സബ് ടൈറ്റിലായിട്ട് നമുക്ക് മകൾക്കയച്ച കത്തുകൾ എന്നും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മലയാളം കീബോർഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുകളിലെ EN എന്ന് പറയുന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മലയാളം ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ലൈൻ 1ൽ ഇവിടെ ഇത് ടൈറ്റിൽ മായ്ച്ചതിന് ശേഷം നമ്മൾ ഒരച്ഛൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സബ് ടൈറ്റിൽ മകൾക്കയച്ച കത്തുകൾ എന്നും ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഫോണ്ട് സൈസും അതുപോലെയുള്ള ഫോർമാറ്റുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ലഭ്യമാവും. ഇതിൽ നമുക്ക് വേണ്ട സെറ്റിങ്സും അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്യാവുന്നതാണ്. സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് കളർ ഇവിടുന്ന് ചൂസ് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ ഫയൽ നെയിമിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈറ്റിൽ 1 എന്നോ എന്തെങ്കിലും ഒരു നമുക്ക് തിരിച്ചറിയാവുന്നൊരു പേര് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. ഇനി ഈ ടൈറ്റിൽ നമ്മൾ ഒരു വീഡിയോ ട്രാക്കിലേക്ക് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ട്രാക്ക് 3ലാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഈ ടൈറ്റിലിൽ നമ്മൾ ട്രാക്കിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ടൈറ്റിലിൻ്റെ മുകളിൽ വെച്ച് അതിൽ നമുക്കൊരു ആനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭ്യമാണ്. അതിനകത്ത് സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വീണ്ടും ലഭ്യമാവും. അതിൽ സെൻറ്റർ ടു എഡ്ജോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ പോയി നമുക്കതിനൊരു ആനിമേഷൻ
കൊടുക്കാവുന്നതാണ്. നമ്മൾ ആനിമേഷൻ കൊടുത്തപ്പോൾ ബോട്ടത്തിലേക്ക് പെട്ടെന്ന് പോവാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. പുതിയതായിട്ട് വീണ്ടും ഒരു ആനിമേഷൻ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളിവിടെ റിമൂവ് ക്ലിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ടൈറ്റിൽ ഈ ട്രാക്കിലേക്ക് തന്നെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഫസ്റ്റ് പോയിൻ്റർ എത്തിക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേറ്റിൽ പോയി സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പിൽ നമുക്കൊരു സൂം എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യാം. സൂം ഇൻ 100 to 150 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് സൂം ചെയ്ത് വരുന്ന രീതിയിൽ ആനിമേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്ര ഫയലുകൾ ഉൾപ്പെടുത്തുക എന്ന പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അതിനായി ഓരോ ചിത്രവും നമുക്ക് ട്രാക്കിലേക്ക് ഉൾപ്പെടുത്താം. ഓരോ ചിത്രമായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നൽകിയിരിക്കുന്ന ഓഡിയോ പശ്ചാത്തലമായി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ട്രാൻസിഷൻസും എഫക്ട്സും ഒക്കെ കൊടുക്കാവുന്നതാണ്. നമുക്ക് ട്രാൻസിഷൻസ് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓരോ ഫോട്ടോയുടെയും മാറുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ അവിടെ ട്രാൻസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് സൂം ഇൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ പിക്ചറും മാറുന്ന സ്ഥലത്ത് നമ്മളിവിടെ ഓരോ ട്രാൻസിഷൻസ് കൊടുക്കുന്നു. ട്രാൻസിഷൻസിനെ കുറച്ച് ചെറുതാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിഷൻ കൊടുക്കുന്നത് അത്ര നിർബന്ധമല്ല. നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിൽ പ്രൊജക്റ്റ് ഫയലിലേക്ക് തന്നെ വീണ്ടും വരാം. നമുക്ക് ഓഡിയോ ഫയൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഓഡിയോ ഫയൽ തന്നിട്ടുണ്ട്. ആ ഓഡിയോ ഫയൽ ട്രാക്ക് 2ലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഓഡിയോ വളരെ ചെറുതായതിനാൽ നമ്മൾ വീണ്ടും ഓഡിയോ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓഡിയോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഓഡിയോ ഇതുവരെ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം. റാസർ ടൂൾ എടുത്ത് നമ്മളിവിടെ എത്ര ഭാഗമാണോ വേണ്ടത് ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റാസർ ടൂളിനെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് റാസർ ടൂൾ ഓപ്ഷൻ ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് റിമൂവ് ക്ലിപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ MP4 ഫോർമാറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. MP4 ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിൽ നിന്ന് എക്സ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഈ പ്രൊജക്റ്റിന് നമ്മൾ കൊടുക്കേണ്ട പേര് ഇവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറാണ്. നമ്മളതിന് Q8 എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ മലയാളം കീബോർഡാണ്, അതുകൊണ്ട് അതൊന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഷിഫ്റ്റ് - അമർത്തി _ ഇടുന്നു. Q8 എന്ന് ചോദ്യത്തിൻ്റെ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ DLED പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. ഹോം ഫോൾഡറിനകത്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ചൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചൂസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവിടെ MP4 ഫോർമാറ്റിലാണ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇവിടെ ഓൾ ഫോർമാറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്യാം. ഓൾ ഫോർമാറ്റ്സിലാണ് MP4 വരുന്നത്. നമുക്കിതിൽ നിന്ന് MP4ൻ്റെ ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ എക്സ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് 100% ആയി കഴിഞ്ഞാൽ നമുക്ക് DLED പ്രൊഡക്ട്സിൽ അത് അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ DLED പ്രൊഡക്ട്സിൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഫയൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഫയൽ മെനുവിൽ നിന്ന് സേവ് പ്രൊജക്റ്റ് ആസോ അല്ലെങ്കിൽ സേവ് പ്രൊജക്റ്റോ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ .osp എന്നുള്ള എക്സ്റ്റൻഷൻ കളയാണ്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്ന ഫയൽ നെയിം കൊടുക്കുന്നു. Q8 ആണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ DLED പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഓപ്പൺ ഷോട്ടിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം.
4ാം ക്ലാസ് കേരള പാഠാവലിയിലെ മലയാളം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഓഡിയോ, ചിത്ര ഫയലുകൾ എന്നിവ ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻസിലുള്ള VE62 എന്ന ഫോൾഡറിൽ നൽകിയിരിക്കുന്നു. ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. വീഡിയോ ക്ലിപ്പിന് ടൈറ്റിൽ നിർമ്മിക്കുക, ടൈറ്റിലിന് ആനിമേഷൻ നൽകുക, ചിത്ര ഫയലുകൾ അനുയോജ്യമായി ക്രമീകരിക്കുക, പശ്ചാത്തലമായി ഓഡിയോ ഉൾപ്പെടുത്തുക, MP4 ഫോർമാറ്റിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോമിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ VE62ലുള്ള ഓഡിയോ, ചിത്ര ഫയലുകൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ഫയൽസ് എന്ന് പറയുന്ന ഈ ഐക്കണിലോ അല്ലെങ്കിൽ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് ഫയൽസിലോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻസിനകത്തുള്ള VE62 എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇതിനകത്തെ എല്ലാ ഫയലുകളും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് എല്ലാതും ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ഇമേജ് സീക്വൻസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണാം. അതിന് ജസ്റ്റ് യെസ് കൊടുക്കുന്നു. ഇനി നമ്മളോട് ചോദ്യത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് വീഡിയോ ക്ലിപ്പിന് ടൈറ്റിൽ നിർമ്മിക്കുക എന്നതാണ്. ഇതിൽ നമുക്ക് മലയാളം എന്ന് തന്നെ ടൈറ്റിലായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടൈറ്റിൽ നിർമ്മിക്കാം. അതിനുവേണ്ടി ടൈറ്റിൽ എന്ന് പറയുന്ന മെനുവിൽ നിന്ന് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലൈൻ 1, ലൈൻ 2 ഇവിടെ രണ്ടും ഒരേ ടൈറ്റിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് അവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് EN എന്നുള്ള ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മലയാളം ചൂസ് ചെയ്യുന്നു. ലൈൻ 1ലേത് ടൈറ്റിൽ എന്നത് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് മായ്ച്ചതിന് ശേഷം അവിടെ മലയാളം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ ടൈറ്റിൽ തന്നെയാണ് നമുക്ക് ലൈൻ 2ലും ആവശ്യം. അതുകൊണ്ട് നമ്മളത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ ലൈൻ 2ലെ ടൈറ്റിൽ നമ്മൾ മായ്ച്ചതിന് ശേഷം അവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 ടൈറ്റിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ സൈസ് ചേഞ്ച് ചെയ്യാം, ഓക്കെ ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ് കളറും നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഫയൽ നെയിമായിട്ട് ടൈറ്റിലിനൊരു പേര് കൊടുക്കാം. ടൈറ്റിൽ 1 എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പേരായിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ ടൈറ്റിൽ ലഭ്യമാണ്. നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ടൈറ്റിലിന് ആനിമേഷൻ കൂടി നൽകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ടൈറ്റിലെ ഒരു ട്രാക്കിലേക്ക് നമ്മളിവിടെ 3ാമത്തെ ട്രാക്കിലേക്ക് ഉൾപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആനിമേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പിൽ നമ്മൾ ഇവിടെ സൂം അല്ലെങ്കിൽ സെൻറ്റർ ടു എഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ എഡ്ജ് ടു സെൻറ്റർ അല്ലെങ്കിൽ എഡ്ജ് ടു എഡ്ജ് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഡ്ജ് ടു സെൻറ്റർ ആക്കാം. ഇപ്പോൾ ടോപ്പ് ടു സെൻറ്ററോ അല്ലെങ്കിൽ ലെഫ്റ്റ് ടു സെൻറ്ററോ നമ്മൾ ഏതെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊരു ആനിമേഷൻ അവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈറ്റിലിൻ്റെ ആനിമേഷൻ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിത്ര ഫയലുകൾ അനുയോജ്യമായി ക്രമീകരിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ചിത്രങ്ങളായി നമുക്ക് ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താം. ഇനി നമുക്ക് ചിത്രങ്ങൾ ഓരോന്നായി ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ട്രാക്ക് 3ലേക്ക് നമ്മൾ ഓരോ ചിത്രവും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഇവിടെ ഒരു വീഡിയോ, നമുക്ക് ചെറിയൊരു വീഡിയോ ഉണ്ട്, നമ്മളിവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ ചിത്രങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ട്രാൻസിഷൻ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഓരോ ചിത്രം അവസാനിക്കുന്ന ഭാഗത്തും ഓരോ ട്രാൻസിഷൻ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ട്രാൻസിഷൻ്റെ വലിപ്പം നമ്മൾ കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിത്രത്തിന് ഓരോന്നിനും ട്രാൻസിഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചാത്തലമായി ഓഡിയോ ഉൾപ്പെടുത്താനാണ്. അതിനുവേണ്ടി നമുക്ക് പ്രൊജക്റ്റ് ഫയൽസിലേക്ക് തന്നെ വീണ്ടും വരാം. ഇവിടെ നമുക്ക് ഈ ഓഡിയോ ട്രാക്ക് 2ലേക്ക് സെറ്റ് ചെയ്യാം. ഓഡിയോ നമുക്ക് ഏകദേശം കറക്റ്റ് പൊസിഷനിലേക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ
അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ വർക്കിംഗ് ആണോ എന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ചെയ്ത വീഡിയോ വർക്കിംഗ് ആണ്. നമുക്ക് ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ MP4 ഫോർമാറ്റിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. സേവ് പ്രൊജക്റ്റ് ആസിൽ നമ്മൾ പോകുന്നു. ഫയൽ മെനുവിൽ സേവ് പ്രൊജക്റ്റ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരു പേര് .osp എന്നുള്ള എക്സ്റ്റൻഷൻ കളയാതെ നമ്മൾ ഇവിടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പറയുന്ന ആ ഒരു ഫയൽ നെയിം ഇവിടെ കൊടുക്കുന്നു. Q8 എന്ന് നമ്മൾ ചോദ്യ നമ്പർ കൊടുക്കുന്നു. നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫയൽ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഫയൽ നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫയൽ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ മെനുവിലെ എക്സ്പോർട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കത് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ മെനുവിലെ എക്സ്പോർട്ട് വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തത് കൊണ്ട് ഇവിടെ ഫയൽ നെയിം നമുക്ക് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോൾഡറും ഇവിടെ കറക്റ്റ് തന്നെയാണ്. നമുക്ക് DLED പ്രൊഡക്ട്സിലേക്ക് തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ MP4 ഫോർമാറ്റിൽ തന്നെയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ നേരെ എക്സ്പോർട്ട് വീഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് DLED പ്രൊഡക്ട്സിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഓൾറെഡി നമ്മളോട് DLED പ്രൊഡക്ട്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ആ സേവ് ചെയ്ത ഫയലും അതുപോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോയും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്.